നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഒരുക്കം പൂർത്തിയായി. കേരളം ബൂത്തിലേക്ക് വോട്ടുറപ്പിക്കാനുള്ള അവസാന ശ്രമത്തിൽ മുന്നണികൾ. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന്. വിവിധ കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. രാവിലെ മുതൽ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ തിരക്ക്. ഗതാഗത നിയന്ത്രണം. കൊല്ലത്ത് UDFന്റെ കലാശക്കൊട്ടിൽ പങ്കെടുത്ത് മടങ്ങിയവർ സഞ്ചരിച്ച കാറിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കായിക താരങ്ങളായ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. വള്ളിക്കേട് രാമൻകുളങ്ങര സ്വദേശികളായ പെൺകുട്ടികളെയാണ് KSU പ്രവർത്തകർ സഞ്ചരിച്ച കാർ ഇടിച്ചു വീഴ്ത്തിയത്. പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും ചൂട് കനത്തു. പുനലൂരിൽ താപനില റെക്കോർഡ് ഭേദിക്കുന്ന സ്ഥിതി. നഗരത്തിൽ പൊള്ളുന്ന ചൂടാണ് അനുഭവപ്പെടുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. 3 ആഴ്ച നീണ്ടുനിന്ന പ്രചാരണം സമാപിച്ചതോടെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 140 മണ്ഡലങ്ങളിലായി 30,495 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി 883 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. രാഷ്ട്രീയ കേരളത്തിന്റെ ഹൃദയമിടിപ്പേറ്റുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. പ്രചാരണ പോരാട്ടത്തിന്റെ ആവേശം മാനമുട്ടയുയർത്തിയ കലാശക്കൊട്ടോടെ പരസ്യപ്രചാരണത്തിന് സമാപ്തിയായി. കേരളം മനസ്സൊരുക്കത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങും. വോട്ടുറപ്പിക്കുന്നതിനുള്ള അവസാനവട്ട അണിയറ നീക്കങ്ങളിലാണ് മുന്നണികൾ. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 വരെ വോട്ടെടുപ്പ് നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 140 മണ്ഡലങ്ങളിലായി 30,495 ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിനുള്ള സാമഗ്രികളുടെ വിതരണവും നടന്നുവരുന്നു. വിവിധ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വോട്ടവകാശം വിനിയോഗിക്കുന്നതിനായി ശമ്പളത്തോടു കൂടിയ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വേനൽ ചൂട് കണക്കിലെടുത്ത് ബൂത്തുകളിൽ ഫാൻ, കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കും. കൂടുതൽ ഇരിപ്പിടങ്ങളും സജ്ജമാക്കും. ന്യൂസ് ഡെസ്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തി. പരസ്യപ്രചാരണം സമാപിച്ചതു മുതൽ വോട്ടെടുപ്പ് നടക്കുന്ന വ്യാഴാഴ്ച വൈകിട്ട് 6 വരെയാണ് മദ്യനിരോധനം. മെയ് 4-നും മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വ്യാഴാഴ്ച വരെയാണ് സംസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പരസ്യപ്രചാരണം സമാപിച്ച ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ തന്നെ മദ്യനിരോധനം പ്രാബല്യത്തിൽ വന്നു. വ്യാഴാഴ്ച വൈകിട്ട് 6 വരെയാണ് മദ്യനിരോധനം പ്രാബല്യത്തിലുള്ളത്. വോട്ടെണ്ണൽ ദിനമായ മെയ് 4-നും മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാലയളവിൽ മദ്യം, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവ വിൽക്കാനോ വിളമ്പാനോ പാടില്ല. വ്യക്തികൾ മദ്യം സൂക്ഷിച്ചു വയ്ക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ബാറുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ പാടില്ല. ഇതേസമയം എക്സൈസ് വകുപ്പ് പോലീസിന്റെ സഹായത്തോടെ കർശനമായ ലഹരി വിരുദ്ധ പരിശോധനകളും തുടരുകയാണ്. മദ്യം കൈവശം വയ്ക്കുന്നതോ ഉപയോഗിക്കുന്നതോ കണ്ടാൽ കർശനമായ നടപടിയാണ് സ്വീകരിക്കുക. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ കലാശക്കൊട്ട് വിവിധ കേന്ദ്രങ്ങളിലായാണ് നടന്നത്. ഓച്ചിറ ടൗണിൽ 3 മുന്നണികളുടെ പ്രവർത്തകരും കൊട്ടിക്കലാശത്തിൽ പങ്കാളികളായതോടെ ഇവിടം ജനസാഗരമായി. ആവേശകരമായ കലാശക്കൊട്ടായിരുന്നു ഓച്ചിറയിൽ നടന്നത്. കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകർ ഓച്ചിറ ടൗണിൽ ഒത്തുചേർന്നു. LDF, UDF, NDA മുന്നണികളുടെ പ്രവർത്തകർ വാഹനങ്ങളിലും അല്ലാതെയും നഗരത്തിൽ ഒത്തുചേരുകയായിരുന്നു. ഇതോടെ കലാശക്കൊട്ടിന് പ്രദേശം ജനസാഗരമായി മാറി. മുദ്രാവാക്യം വിളിച്ചും ഗാനങ്ങൾ വെച്ചുമായിരുന്നു കലാശക്കൊട്ടിന്റെ പ്രചാരണം. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസും ഏറെ പണിപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.
കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ സ്ഫോടനത്തിൽ പോലീസ് ക്വാർട്ടേഴ്സിന്റെ ജനാല ചില്ലുകൾ തകർന്നു. പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കുഴിച്ചിട്ടിരുന്ന പടക്കങ്ങളോ സ്ഫോടക വസ്തുക്കളോ പൊട്ടിത്തെറിച്ചതാകാം സ്ഫോടനത്തിന് കാരണമെന്നാണ് നിഗമനം. സൗണ്ട് കേട്ടോണ്ട് നമ്മളിങ്ങോട്ട് വന്നതാണ്. അപ്പൊ വണ്ടിയൊക്കെ വന്ന് അവിടെ വണ്ടികളൊക്കെ നിർത്തിയായിരുന്നു. എത്ര മണിക്കായിരുന്നു? ഒരു 10:45. ഇത് നിങ്ങൾ വന്നു നോക്കുമ്പോൾ ഇങ്ങനെ പുകയുണ്ടോ? കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലാണ് ഉഗ്ര സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ സമീപത്തെ പോലീസ് ക്വാർട്ടേഴ്സിന്റെ ജനാലച്ചില്ലുകൾ തകർന്നു. ബോംബ് പൊട്ടുന്നതിന് സമാനമായ വലിയ ശബ്ദമാണ് കേട്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. സ്റ്റേഷൻ കോമ്പൗണ്ടിലെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരുന്ന പടക്കങ്ങളോ മറ്റ് സ്ഫോടക വസ്തുക്കളോ ആണ് പൊട്ടിത്തെറിച്ചതെന്നാണ് കരുതുന്നത്. സ്ഫോടനം നടന്ന സ്ഥലത്ത് മണ്ണ് ഇളകി മറിഞ്ഞ നിലയിലാണ്. ഉടൻ തന്നെ കടയ്ക്കൽ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. ആളപായമില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പോളിംഗ് സാമഗ്രികളുടെ വിതരണം കരുനാഗപ്പള്ളിയിൽ നടത്തി. കരുനാഗപ്പള്ളി, ചവറ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് കരുനാഗപ്പള്ളിയിൽ വിതരണം ചെയ്തത്. വിദ്യാധിരാജ കോളേജിലും ലോർഡ്സ് പബ്ലിക് സ്കൂളിലുമായിരുന്നു സാമഗ്രികൾ വിതരണം ചെയ്തത്. കരുനാഗപ്പള്ളി, ചവറ മണ്ഡലങ്ങളിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് കരുനാഗപ്പള്ളിയിൽ നടന്നത്. കരുനാഗപ്പള്ളി, ലോർഡ്സ് പബ്ലിക് സ്കൂൾ, വിദ്യാധിരാജ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിതരണം. കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ ലോർഡ്സ് സ്കൂളിൽ നിന്നുമാണ് വിതരണം ചെയ്തത്. ചവറ മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിവേകാനന്ദ കോളേജിൽ നിന്നുമായിരുന്നു വിതരണം. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു കോളേജും സ്കൂളും ഉൾപ്പെടെ. ബുധനാഴ്ച രാവിലെ മുതൽ തന്നെ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങാനുള്ള ഉദ്യോഗസ്ഥരുടെ വലിയ തിരക്കാണ് ഇവിടങ്ങളിൽ അനുഭവപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ വസ്തുവകകളും വോട്ടെണ്ണലിന് ആവശ്യമായ എല്ലാ സാമഗ്രികളും കൃത്യമായി എണ്ണി അടയാളപ്പെടുത്തിയാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. ഇത് തരംതിരിച്ച് പ്രത്യേകമായി ഒന്നും കുറവ് വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങിയതും. തുടർന്ന് പോളിംഗ് സ്റ്റേഷനുകളിലായി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥരെയും പോളിംഗ് സാമഗ്രികളും വാഹനങ്ങളിൽ എത്തിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പോളിംഗ് സാമഗ്രികളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് കരുനാഗപ്പള്ളിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. കരുനാഗപ്പള്ളി, ചവറ മണ്ഡലങ്ങളിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് കരുനാഗപ്പള്ളിയിൽ നടന്നത്. കരുനാഗപ്പള്ളി ലോർഡ്സ് സ്കൂളും വിദ്യാധിരാജ കോളേജുമായിരുന്നു പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനായി നിശ്ചയിച്ചിരുന്നത്. ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കരുനാഗപ്പള്ളി മാർക്കറ്റിൽ നിന്ന് തെക്കോട്ട് തിരിയാതെ നേരെ മിനി സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ എത്തിച്ചേരാനായിരുന്നു നിർദ്ദേശം. കരുനാഗപ്പള്ളി മാർക്കറ്റ് റോഡ്, KSRTC റോഡിൽ നിയന്ത്രണ വിധേയമായി മാത്രമാണ് വാഹന ഗതാഗതം അനുവദിച്ചത്. കിഴക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് വശം വടക്കേ ആലിമുക്കിൽ നിന്ന് നേരെ പടിഞ്ഞാറേക്ക് ഹൈസ്കൂൾ ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. വടക്കേ ആലിമുക്കിൽ നിന്ന് തെക്കോട്ട് തെക്കേ ആലിമുക്കിലേക്ക് നിയന്ത്രണ വിധേയമായി മാത്രമാണ് വാഹന ഗതാഗതം അനുവദിച്ചത്. ചവറ നിയോജകമണ്ഡലത്തിലെ വിതരണ കേന്ദ്രമായ വിദ്യാധിരാജ കോളേജിലേക്ക് എത്തിച്ചേരുന്ന പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തേവർകാവ് ക്ഷേത്ര കോമ്പൗണ്ട്, മാർക്കറ്റിൽ മണ്ണേൽ ഗാർഡൻസ് വക സ്ഥലം, LICക്ക് സമീപം വാഗ്ബടാനന്ദാശ്രമം, വൈദ്യശാലയ്ക്ക് കിഴക്ക് എന്നിവിടങ്ങളിലായി പാർക്ക് ചെയ്യാൻ ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകിയിരുന്നു. കരുനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിലെ വിതരണ കേന്ദ്രമായ ലോർഡ്സ് പബ്ലിക് സ്കൂളിൽ എത്തിച്ചേരുന്ന പോളിംഗ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ NSB ഗ്രൗണ്ട്, നഗരസഭാ ബസ് സ്റ്റാൻഡ്, NS സാനിറ്ററി ഷോപ്പിന് കിഴക്ക് വശം എന്നിവിടങ്ങളിലായി പാർക്ക് ചെയ്യാനും ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആവേശം നിറച്ച കലാശക്കൊട്ടിന് ശേഷം നിശബ്ദ പ്രചാരണവുമായി മുന്നണികൾ. ശാസ്താംകോട്ടയിൽ ആവേശകരമായാണ് കലാശക്കൊട്ട് നടത്തിയത്. ഭരണിക്കാവ് ജംഗ്ഷനിലായിരുന്നു 3 മുന്നണികളുടെയും പ്രചാരണം പെയ്തിറങ്ങിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശം പെയ്തിറങ്ങുന്ന കലാശക്കൊട്ടായിരുന്നു ശാസ്താംകോട്ടയിൽ കണ്ടത്. കുന്നത്തൂർ മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും കലാശക്കൊട്ട ഭരണിക്കാവിലായിരുന്നു നടന്നത്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ ഭരണിക്കാവിലേക്ക് എത്തുകയായിരുന്നു. ചെറു പ്രകടനങ്ങളായും പ്രവർത്തകരെത്തി.
ഭരണിക്കാവ് ജംഗ്ഷൻ നിറഞ്ഞതോടെ സംഘർഷം ഒഴിവാക്കാൻ ഓരോ മുന്നണികൾക്കും ജംഗ്ഷനിൽ നിന്നുള്ള പാതകളിൽ പ്രത്യേക ഇടങ്ങൾ പോലീസ് ഒരുക്കി നൽകി. LDF-ന് അടൂർ റോഡിലും UDF-ന് ശാസ്താംകോട്ട റോഡിലുമായിരുന്നു സ്ഥലം അനുവദിച്ചത്. NDAയുടെ പ്രകടനം ചക്കുവള്ളി റോഡിലായിരുന്നു. എന്നാൽ ആവേശം അണപൊട്ടിയതോടെ നിയന്ത്രണങ്ങളെല്ലാം പാളി. ഒടുവിൽ 3 മുന്നണികളും ചേർന്ന് ജംഗ്ഷനെ ആവേശക്കടലാക്കി. ഇതിനിടയിൽ BJP LDF പ്രവർത്തകർ മുഖാമുഖം വന്നതോടെ സംഘർഷം ഒഴിവാക്കാൻ പോലീസ് ഇടപെടുകയായിരുന്നു. പരസ്പരം കൊടികൾ വീശി പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമവും നടന്നു. വലിയ വാഹനങ്ങളുടെ പുറത്തും സമീപത്തെ കെട്ടിടങ്ങളുടെ മുകളിലും വലിയ കൊടികൾ വീശിക്കൊണ്ട് കയറി നിന്ന യുവാക്കൾ ആവേശത്തിമർപ്പിലായിരുന്നു. അലങ്കരിച്ച പ്രത്യേക വാഹനത്തിലാണ് LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോനും UDF സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂരും നിലയുറപ്പിച്ചത്. NDA സ്ഥാനാർത്ഥി രാജീവ് പ്രസാദ് ക്രെയിനിൽ ഉയരത്തിൽ കയറി നിന്നാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. അമ്മൻകുടം തുള്ളലും വാദ്യമേളങ്ങളും പാരഡിഗാനങ്ങളും ആവേശം കൊട്ടിക്കയറുന്നതിന് മേമ്പൊടിയായി. യുവജന സംഘടനകളുടെ പ്രവർത്തകർ കൊടിവീശിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചും നൃത്തം ചവിട്ടിയും കൊട്ടിക്കലാശം കൊഴിപ്പിച്ചു. പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങിയതോടെ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലാണ് നിലവിൽ മുന്നണി പ്രവർത്തകർ. വീട് വീടാന്തരം കയറിയുള്ള പ്രചാരണത്തിനാണ് അവസാന ദിവസമായ ബുധനാഴ്ച എല്ലാവരും പ്രാധാന്യം നൽകിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. റോഡരികിലെ ഓടയിൽ കാല് വീണ് വീട്ടമ്മയ്ക്ക് പരിക്ക്. കൊറ്റൻകുളങ്ങര കടത്താറ്റുവേൽ പടിഞ്ഞാറ് തങ്കമണിക്കാണ് പരിക്കേറ്റത്. മത്സ്യം വാങ്ങാൻ റോഡരികിൽ നിൽക്കുമ്പോൾ വാഹനം വരുന്നത് കണ്ട് മാറിയപ്പോഴാണ് കാൽ ഓടയിൽ വീണത്. ചവറയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഞാനങ്ങ് പേടിച്ച്, നല്ലോണം പേടിച്ച് വിറച്ചങ്ങ് വിറയൽ പോലെ ആയിപ്പോയെന്ന്. അപ്പോഴെല്ലാവരും കൂടെ എന്നെ താങ്ങി പിടിച്ചിരുന്നേത്. അങ്ങോട്ട് നീക്കല്ലേ. ചവറ കൊറ്റൻകുളങ്ങര കടത്താറ്റുവയൽ പടിഞ്ഞാറ് സ്വദേശി തങ്കമണിക്കാണ് സാരമായി പരിക്കേറ്റത്. മത്സ്യം വാങ്ങാനായി റോഡരികിൽ നിൽക്കുകയായിരുന്ന ഇവർ വാഹനം വന്നപ്പോൾ മാറിയപ്പോഴാണ് ഓടയ്ക്കുള്ളിലേക്ക് കാൽ വീണത്. ഇവരുടെ ബഹളം കേട്ട് സമീപവാസികൾ ഓടിയെത്തി തങ്കമണിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. ഇവരെത്തി 3/4 മണിക്കൂറോളം യത്നിച്ചാണ് തങ്കമണിയെ പുറത്തെടുത്തത്. ഞാൻ എല്ലാവരും വഴി ചെന്ന് നിന്ന് മീൻ വല്ലതും വരുന്നെങ്കിൽ മേടിക്കാമെന്നും പറഞ്ഞ് അവിടെ പോയി നിന്ന്. അന്നേരം വടക്കുന്ന ഒരു കാറ് വന്നു. ഞാൻ അന്നേരം പുറന്നോട്ട് നടന്നു. അങ്ങനെ എൻ്റെ കാല് എന്ന് ഓടയ്ക്കകത്ത് വീണു. അന്നേരം ഓടയ്ക്കകത്തുനിന്ന് എനിക്ക് കാലെടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം വസന്ത ഉണ്ടായിരുന്നു. അവരവരുടെ വീട്ടിലോട്ട് പോയി. ഞാൻ വസന്തയെന്നും പറഞ്ഞ് ഞാൻ വിളിച്ച്. അപ്പോഴേ വസന്ത ഓടി വന്നു. അപ്പോഴേ സുമയെ വിളിച്ച്. സുമ ഓടി വന്നു. അവരെല്ലാവരും നോക്കിയപ്പോൾ കാലെടുക്കാൻ വയ്യ. അപ്പോഴത്തേക്ക് പിന്നെ കുറേ ആളുകളെല്ലാം ഇവിടെ വന്നു. ഇല്ല, ഞാനവിടെ വീണവിടെ ഇരിക്കുകയായിരുന്നു. കാല് വലിച്ചു നോക്കി, എന്നിട്ട് എടുക്കാൻ വയ്യായിരുന്നു. അപ്പോഴത്തേക്ക് കുറേ പാർട്ടിക്കാരെല്ലാം കൂടെ കുറച്ച് പേര് വന്നു. പഞ്ചായത്ത് മെമ്പറും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വണ്ടിയും വന്ന് 5-6 പോലീസുകാരും ഒക്കെ ആയിട്ട് വന്നു. പിന്നീട് ആംബുലൻസ് എത്തിച്ച് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും ചൂട് കനത്തു. പുനലൂരിൽ താപനില റെക്കോർഡ് ഭേദിക്കുന്ന സ്ഥിതിയാണ്. രാവിലെ 11 മണിയാകുന്നതോടെ പൊള്ളുന്ന ചൂടാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന ഇടങ്ങളിലൊന്നായ പുനലൂരിൽ താപനില റെക്കോർഡുകൾ ഭേദിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അനുഭവപ്പെടുന്ന കഠിനമായ ഉഷ്ണത്തിൽ ജനജീവിതം ദുസ്സഹമാണ്. താപനില കുതിച്ചുയരുന്നതോടെ ദാഹമകറ്റാൻ വഴിയോരങ്ങളിലെ തണ്ണീർപ്പന്തലുകളിലും ശീതളപാനീയ കടകളിലും ജനത്തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. രാവിലെ 11 മണി കഴിയുന്നതോടെ നഗരത്തിൽ ഇറങ്ങാൻ വയ്യാത്ത വിധം ചൂടാണ് അനുഭവപ്പെടുന്നത്. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലും ബസ് സ്റ്റാൻഡിലും പ്രവർത്തിക്കുന്ന ജ്യൂസ് സെന്ററുകളിൽ ഏറെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളികൾ, കർഷകർ, വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ചൂടിൽ ഏറ്റവും അധികം വലയുന്നത്. കിണറുകളിലെയും ജലാശയങ്ങളിലെയും ജലനിരപ്പ് താഴ്ന്നതോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമായിട്ടുണ്ട്. ഉച്ചയ്ക്ക് 11 മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ ആരും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങാത്ത അവസ്ഥയാണ്. നാരങ്ങാ വെള്ളം, കുലുക്കി സർബത്ത്, സംഭാരം എന്നിവയ്ക്ക് പുറമെ തണ്ണിമത്തൻ വിൽപ്പനയും തകൃതിയായി നടക്കുന്നു.
നഗരത്തിലെ ഐസ്ക്രീം പാർലറുകളിലും ജ്യൂസ് കടകളിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കച്ചവടക്കാർക്ക് ഇത് മികച്ച സീസണാണെങ്കിലും അമിതമായ ചൂട് പഴവർഗ്ഗങ്ങൾ വേഗത്തിൽ നശിക്കാൻ കാരണമാകുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരുക്കം പൂർത്തിയായി. കേരളം ബൂത്തിലേക്ക്. വോട്ടുറപ്പിക്കാനുള്ള അവസാന ശ്രമത്തിൽ മുന്നണികൾ. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന്. വിവിധ കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. രാവിലെ മുതൽ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ തിരക്ക്. ഗതാഗത നിയന്ത്രണം. കൊല്ലത്ത് UDFന്റെ കലാശക്കൊട്ടിൽ പങ്കെടുത്ത് മടങ്ങിയവർ സഞ്ചരിച്ച കാറിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കായിക താരങ്ങളായ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. വള്ളിക്കേട് രാമൻകുളങ്ങര സ്വദേശികളായ പെൺകുട്ടികളെയാണ് KSU പ്രവർത്തകർ സഞ്ചരിച്ച കാർ ഇടിച്ചു വീഴ്ത്തിയത്. പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും ചൂട് കനത്തു. പുനലൂരിൽ താപനില റെക്കോർഡ് ഭേദിക്കുന്ന സ്ഥിതി. നഗരത്തിൽ പൊള്ളുന്ന ചൂടാണ് അനുഭവപ്പെടുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.